നമ്മൾ ആരും അവിടെ പോയി നോക്കിയിട്ടല്ല അറിയേണ്ടത്. കർത്താവ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന പ്രബോധനത്തിൻ്റെയും അരുളപ്പാടിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ ആരെങ്കിലും പറഞ്ഞതിലല്ല വിശ്വസിക്കുന്നത്. കർത്താവ് പറഞ്ഞ ദൈവം തന്നെ നൽകിയിരിക്കുന്ന പ്രബോധനത്തിലാണ് വിശ്വാസം. അതെങ്ങനെ അറിയാം അയാൾ എവിടെയാന്ന്? ഒന്ന്, അയാൾ മാമോദീസ സ്വീകരിച്ച വ്യക്തിയാണോ? തീർച്ചയായിട്ടും. അപ്പോൾ മാമോദീസയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? അയാൾക്ക് നിത്യജീവൻ ലഭിക്കുന്നു. മാമോദീസ നിത്യജീവന്റെ കൂദാശയാണ്. അത് അകറ്റാനായിട്ട് വേറെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ? മാമോദീസയിലൂടെ ലഭിക്കുന്ന നിത്യജീവൻ അകറ്റാൻ എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങൾക്കറിയോ? അപ്പോഴേക്കും അവളുടെ മുഖം ഒന്ന് വികസിക്കാൻ തുടങ്ങി, ഇല്ലേ? ഏതെങ്കിലും അതാണ്, ഒരു തിന്മയ്ക്കും ഈ മുദ്രയെ അകറ്റാൻ പറ്റില്ല. ഇനി നമുക്ക് പറയാം, മാമോദീസ കിട്ടിയ ആഴ്ച കൊണ്ട് അയാൾ നരകത്തിൽ പോകാൻ പാടില്ലേ? അയാൾ യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുകയും മാരകമായ പാപത്തിൽ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ നരകത്തിൽ പോവില്ലേ? ഇൻ പ്രിൻസിപ്പിൾ ശരിയാണെങ്കിലും മാമോദീസ സ്വീകരിച്ച വ്യക്തി ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീർന്നിരിക്കുകയും ക്രിസ്തു അവന് ഗ്യാരണ്ടി കൊടുക്കുകയും എൻ്റെ ഈ ആടുകളിൽ ഒന്നുപോലും നഷ്ടപ്പെടാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. കൊടുക്കോ? നമ്മുടെ കുട്ടികൾക്ക് ഒരു പോറലേക്കാൻ നമ്മൾ വിട്ടുകൊടുക്കോ? പറയ്. ആ ഒരു ബിലോങ്ങിങ് ആണ്. തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നു. അപ്പം അവിടെ എന്താ സംഭവിച്ചേ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവനിൽ ഞാൻ വസിക്കുന്നു, ഞാൻ അവന് നിത്യജീവൻ നൽകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിൽ തന്നെയാണല്ലോ. അതാണ് ഇപ്പം എങ്ങനെ മനസ്സിലായി നിനക്കിപ്പോൾ എങ്ങനെ മനസ്സിലായത്? ഈ മനസ്സിലാക്കലാണ് വിശ്വാസത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. നീ സ്വർഗത്തിൽ പോയി നോക്കുക, അയാൾ അവിടെ ഉണ്ടോന്നും ഇല്ല, പക്ഷെ നിനക്കറിയാം അയാളിപ്പോൾ സ്വർഗത്തിലാണ്. ഇങ്ങനെ മനസ്സിലായതോടുകൂടി തന്നെ ഇവൾക്ക് ആനന്ദമായി, ഇവളുടെ ദുഃഖം പോയി. അതാണ് വിശ്വാസത്തിൻ്റെ ലെവലിലാണ് ഇനിയും നമ്മൾ വളരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ ആ ഗർഭത്തിൽ 7 കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച ദൈവം നിനക്ക് അനുഗ്രഹമല്ലേ? ഈ 7 കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമല്ലേ നിന്റെ? ആ അനുഗ്രഹമല്ലേ ദൈവം? ആ ദൈവത്തിൻ്റെ അത്രത്തോളം നിന്നോട് കൂടെയല്ലേ? ആ ദൈവം നിനക്ക് ദൂഷ്യമായിട്ട് എന്തെങ്കിലും ചെയ്യോ? അപ്പോൾ ഇത്രയും നാൾ ഇപ്പോൾ ദൈവം നമുക്ക് എന്തിനാ എൻ്റെ ഭർത്താവിനെ ദൈവം കൊന്നേന്നോ ഒക്കെ ആയിരിക്കും ചിന്ത. പക്ഷേ എന്തായിരിക്കണം നമ്മുടെ ചിന്ത? ഈ 7 കുഞ്ഞുങ്ങളെ നിന്റെ ഗർഭത്തിൽ രൂപപ്പെടുത്തിയ ദൈവം ആ 7 കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമല്ലാണ്ട് എന്തെങ്കിലും ദൂഷ്യം ചെയ്യോ? ചെയ്യില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇറ്റ് ഈസ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. ഒന്ന് ക്ലിയറായി, അനുഗ്രഹമല്ലാണ്ട് ഒന്നും ചെയ്യില്ല. പിന്നെ മൂന്നാമത്, നിനക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ഒരു ഭാരം ദൈവം നിനക്ക് തരുമോ? ഇല്ല. ഗുഡ്. ഇനി നാലാമത്, നിന്റെ ഭർത്താവ് ഇവിടെ വീട്ടിലിരുന്ന് ഈ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണതോ അതോ സ്വർഗത്തിലിരുന്ന് എന്തെങ്കിലും ചെയ്യണതോ? ഏതാ നല്ലത്? ഇത്തിരി കഠിനമായി പോയ ചോദ്യം. എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണതാണ് എനിക്കിഷ്ടം. പക്ഷേ തീർച്ചയായിട്ടും ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞ് പിന്നെ സ്വർഗത്തിലിരുന്ന് എന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇല്ലെങ്കിലും എൻ്റെ മക്കളിലൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കണം.
അവർ മുമ്പൊന്നും ഇത്രയും ഭക്തി ഉണ്ടായിരുന്നില്ല. വളരെ അവരുടെ പുറകെ നടന്നാലേ അവർ പ്രാർത്ഥിക്കുകയുള്ളൂ, അവർ പുറകെ നടന്നാലേ അവർ പള്ളിയിൽ പോകുള്ളൂ. പക്ഷേ ഇപ്പോൾ എല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം അദ്ദേഹം അവിടെ ഇരുന്ന് എന്തോ ചെയ്യാണ്. ഞാനിത് പറയുന്നത് ഇതുവരെ നമുക്ക് സംഭവിക്കാം. ഇനി ഭർത്താവല്ല ഭാര്യയും ചിലപ്പോൾ പോകാം. നമ്മൾ അന്തം വിടേണ്ട ആവശ്യമില്ല അപ്പോഴും. അതാണ് വിശ്വാസത്തിൻ്റെ ഭാഷ. ഇത് നടന്ന സംഭവമാണ്. വേറൊരു കുടുംബം കൂടി എൻ്റെ മനസ്സിൽ വരികയാണ്. ഇതുപോലെ തന്നെ 7 മക്കളുള്ള, പടിപടിയായിട്ട് 7 മക്കളുള്ള ഒരു കുടുംബത്തിൽ ഭർത്താവ് ഒരു അസുഖമായിട്ട് പാരലൈസ്ഡായിട്ട് ഇങ്ങനെ കിടക്കുക. കിടപ്പ് കണ്ട കർത്താവ് ശോമിശിയാനെ ആ കുരിശിൽ നിന്ന് താഴോട്ട് ഇറക്കി കിടത്തിയേക്കണ മാതിരിയേ തോന്നുള്ളൂ കണ്ടു. അവൾക്കും ഇത് സ്വീകരിക്കാൻ ഒട്ടും സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ കണ്ടുമുട്ടി. അവളെ ഇതെല്ലാം പറഞ്ഞ് കൺവിൻസ് ആക്കി കഴിഞ്ഞപ്പോൾ അവൾ സ്വീകരിക്കുകയും ശരിക്കും ആ കുരിശിൽ കിടന്ന് കുരിശിൽ നിന്ന് ഇറക്കിയെടുത്ത കർത്താവിനെ കയ്യിലെടുക്കുന്ന മാതിരി ഈ ഭർത്താവിനെ ശുശ്രൂഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാത്തിനും ഇവർക്ക് ശക്തി കൊടുക്കാൻ സാധിച്ചത് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ഉൾക്കാഴ്ചയാണ്. അപ്പം അതിൽ 8 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച്. അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നമ്മുടെ ശരീരം മരിക്കുമ്പോൾ ജീർണിക്കും. എന്നാൽ ഈ ജീർണിച്ച ശരീരം അന്ത്യദിനത്തിൽ ഉയർത്ത് ആത്മീയ ശരീരമായി നമ്മുടെ ആത്മാവിനോട് ഒന്നിച്ച് ചേരും. ഈ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കണം നല്ലതാണ്. ആ പ്രാർത്ഥനകൾ മുഴുവനും ഈ അന്ത്യദിനത്തിലുണ്ടാകാൻ പോകുന്ന വിസ്മരണീയമായ കാര്യത്തെക്കുറിച്ചാണ്. വാസ്തവത്തിൽ ഈ മരിച്ച ആളത് കേൾക്കണില്ല. കേൾക്കണത് ആരാ? നമ്മളെല്ലാവരുമാണ്. ഓക്കെ, ഇനി എന്താ മരണം? മരണം എന്നത് ക്രിസ്തുവിലേക്കുള്ള ആഗമനവും നിത്യജീവനിലേക്കുള്ള പ്രവേശനവുമാണ്. തൻ്റെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ യേശുവിലേക്കുള്ള ആഗമനവും നിത്യജീവനിലേക്കുള്ള പ്രവേശനവുമായി അതിനെ വീക്ഷിക്കുന്നു. അതാണ് മരണം. നമ്മൾ ആരെങ്കിലും മരിക്കുമ്പോൾ അത് എന്തോ ദുഃഖമാണ്, സാഡ് ന്യൂസ്. ചിലർ പറയും ഒരു വലിയ സാഡ് ന്യൂസ് ഉണ്ട്. എന്താ? ഞങ്ങളുടെ വികാരിച്ചൻ മരിച്ചുപോയി. ഞാൻ പറഞ്ഞു അതിന് സാഡ് ന്യൂസ് എന്ന് പറയണത് എന്താ? അങ്ങേര് മരിക്കോ ഇല്ലയോ? തീർച്ചയായിട്ടും മരിക്കും. എന്നെങ്കിലും നിങ്ങൾ മരിക്കുമോ? മരിക്കും. അങ്ങേര് എവിടെ പോയിട്ടുണ്ടാവണം? അങ്ങേര് തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോയിട്ടുണ്ടാവും. പിന്നെ വഴി ദാറ്റ് ഈസ് എ സാഡ് ന്യൂസ്. എനിക്ക് ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ അർത്ഥം അയാളുടെ ഈ ജീവിതത്തിൻ്റെ കഴിഞ്ഞു, അയാൾ നിത്യജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, അയാൾക്കൊരു പ്രമോഷൻ കിട്ടി, നിത്യമായ ആനന്ദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ ഉടനെ പ്രൈസ് ദ ലോർഡ് എന്ന് എനിക്ക് പറയാൻ തോന്നുകയാണ്. എൻ്റെ അപ്പൻ മരിക്കണ നേരത്ത് ഞങ്ങൾ 2 പേരും തൊട്ടടുത്തുണ്ടായിരുന്നു. വത്സയുടെ കൈ കിടന്നിട്ടാണ് മരിക്കണേ. ഈ നാട്ടിലുണ്ടായിരുന്നവരാരും ആ സമയത്ത് പെട്ടെന്ന് എത്താൻ പറ്റില്ല. ഞങ്ങൾക്ക് ഏറ്റവും ഉത്കണ്ഠയായിരുന്നു അപ്പം മരിക്കണ നേരത്ത്. എന്നും ഞാൻ പോകുന്ന നേരത്ത് പറയും, നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പറയും തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അപ്പനറിയാം ഞാനൊരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പൻ മരിക്കണമെങ്കിൽ ഞാൻ ആ ധ്യാനം നിർത്തി വരില്ല എന്നറിയാം. കാരണം എന്താ? കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത്? മരിച്ചവരെ അടക്കട്ടെ, നീ വചനം പ്രഘോഷിക്കുക. അതായത് ഒരാളെ അപ്പനെ ശവടക്കുക എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള കാര്യം.
എന്നാൽ അതിനേക്കാൾ ഉത്തരവാദിത്വമുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ എന്നാണ് ഈശോ അതിനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ അർജന്റാണ്, അതിനേക്കാൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സാമ്പിൾ അവിടെ എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് അപ്പന് ശവം അടക്കണ്ടെന്നൊന്നും അല്ല. അതിൻ്റെ അപ്പന് ശവം അടക്കുക എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിൽ വളരെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളൊരു കാര്യം. അതിനേക്കാൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ടതാണ് ദൈവരാജ്യത്തിനെന്നാണ്. അല്ലെങ്കിൽ പറയായിരുന്നില്ല, എന്നാൽ ശരി ഇന്ന് നീ അപ്പനെ ശവം കൊടുക്കും, നാളെ വരാൻ ഇല്ല, നീ ഇപ്പോൾ വരും. പക്ഷെ അവൻ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ധ്യാനം നടത്തുന്ന നേരത്ത് അപ്പം മരിക്കുകയാണെങ്കിൽ ഞാൻ ധ്യാനം നിർത്തിപ്പോവില്ല. അത് അപ്പൻ്റെ ആത്മാവിന് സന്തോഷമായിരിക്കുള്ളൂ, അപ്പനറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോണ സമയത്ത് എന്നും പറയും, ഞാൻ നീ വരണേക്കുമ്പോൾ ഞാൻ മരിക്കുന്ന. അപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് കർത്താവ് തന്നെ ഒരു വഴി ഉണ്ടായിക്കൊള്ളണം. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഒരു സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് അപ്പം മരിച്ചു, ഞങ്ങളുടെ കൈ കിടന്ന് മരിച്ചു. പക്ഷേ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പോളണ്ടിൽ വളരെ വലിയൊരു ധ്യാനം. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, ഇതൊന്ന് മാറ്റി വയ്ക്കാമോ? പറ്റില്ല. ഇങ്ങനെ അപ്പം മരിച്ചപ്പോൾ ഞാനുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് എന്നാലും ഒരാഴ്ചയും കൂടി ഇവിടെ നിന്നിട്ട് ആ 7 ഇതൊക്കെ നടത്തി എല്ലാവരും ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് പറയാണ്, നീ തന്നെയല്ലേ പറയാറുള്ളത്, മരിച്ചവരടക്കട്ടെ. അപ്പോൾ അവിടെ തിയോളജിയൻസിന്, അതായത് കോളേജിലും സ്കൂളിലൊക്കെ റിലീജിയൻ പഠിപ്പിക്കുന്ന തിയോളജിയൻസിന് ഒരു ധ്യാനമായിരുന്നു. അതൊരു വർഷം മുമ്പേ പ്ലാൻ ചെയ്ത് അവരെല്ലാം അവരുടെ ലീവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിവേ അന്ന് ഞാൻ അപ്പോൾ അപ്പൻ മരിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൻ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ആത്മാവിന് നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കണു എന്നങ്ങ് പറയുകയാണ്. അപ്പോൾ മനസ്സിലായി നമുക്കത് പോവുകയാണ്, ആൾ പോവുകയാണെന്ന്. 3 പ്രാവശ്യം അങ്ങ് പറയുകയും അങ്ങ് പോയി. ശരിക്കും നമുക്ക് ആ പോക്ക് ഒരു അനുഭവമാണ്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിലൂടെ ഇതിനെയെല്ലാം കാണുമ്പോൾ വലിയൊരു അനുഭവമാണത്, ഒരു മരണം. എങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസമാണെങ്കിൽ, അല്ല അയ്യോ പോയല്ലോ എന്നും പറഞ്ഞ് വിഷമിക്കുകയാണെങ്കിൽ ഒരനുഭവം ഉണ്ടാവില്ല. വിശ്വാസമല്ലാതെ ഇവിടെയെല്ലാമാണ് നമ്മൾ ഇനി മാറേണ്ടത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം മരണത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ്. അതാണ് ഈ കൊച്ചു ത്രേസ്യയെല്ലാം മരിക്കുന്ന നേരത്ത് പറഞ്ഞു, നിങ്ങൾ എന്തിനാ കരയണേ? ഞാൻ മരിക്കുകയല്ല, ഞാൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനു വേണ്ടിയല്ലേ ഇത്രയും നാളെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ മക്കളെയും മനസ്സിലാക്കണം. അഥവാ നമ്മളിത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴേ നമ്മുടെ വിശ്വാസത്തിന് ശക്തിയുള്ളൂ. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒറ്റ പ്രശ്നമുള്ളത് ആരാദ്യം മരിക്കും എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് 2 പേരും ഒപ്പം മരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതും നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ കർത്താവ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. ചിലപ്പോൾ ഒരാൾ മരിച്ച് കുറച്ച് നാൾ ആ സഹനമൊക്കെ എടുത്ത് അതിനെ സന്തോഷമായി കഴിഞ്ഞിട്ട് അടുത്ത് മരിക്കുള്ളൂ ആയിരിക്കും. എനിവേ, അപ്പോൾ എന്നെ സംബന്ധിച്ച് മരണത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ മരിക്കണമെന്ന് സ്വർഗത്തിൽ ഭയങ്കര ഒരു ബഹളമായിരിക്കും. കുറേ ആൾക്കാരെല്ലാവരും കൂടി പത്രോസിൻ്റെ അടുത്തൊരു ബാനറുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താ നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കണേ? അറിയില്ലേ, ഇന്ന് ഞങ്ങളുടെ തോമസ് പോൾ വരികയാണ്.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വെൽക്കം തോമസ് പോൾ എന്ന് പറഞ്ഞൊരു ബാനർ കെട്ടി ഇവിടെ അദ്ദേഹത്തിനൊരു സ്വീകരണം നടത്തണം. നല്ല കാര്യം. അങ്ങനെ ഒരു വലിയ സമൂഹം നമ്മുടെ സപ്പോർട്ടേഴ്സ് അവിടെ ഓൾറെഡി ഉണ്ട്. ഇതാണ് ആ നല്ല കള്ളനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നല്ല കള്ളൻ മരിച്ചപ്പോൾ സ്വർഗത്തിലെ അയാൾ മുമ്പേ സ്വർഗത്തിലേക്ക് ആരെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ സംബന്ധിച്ചുള്ള വിളി നമ്മൾ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാനല്ല, നല്ല കള്ളനെ പോലെ സ്വർഗത്തിൽ പോകാനും അല്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കും, ഇത് എത്ര പേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? അയ്യോ, ഞാൻ തന്നെ കഷ്ടപ്പെട്ടിട്ട് അവിടെ വന്നു. ഇതല്ല നമ്മുടെ വിളി. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ഗ്രാൻഡ് വെൽക്കം ചെയ്യാൻ വേണ്ടി നിരവധി പേര് അവിടെ മുൻകൂട്ടി ഉണ്ടായിരിക്കണം. ആ സന്തോഷത്തിലാണ് ഇവിടെ വെച്ചത്. ഓക്കെ, അപ്പം മരണം എന്നത് യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. യേശുവിൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളിയാവുകയും തൻ്റെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ യേശുവിലേക്കുള്ള ആഗമനവും നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനവുമായി അതിനെ വീക്ഷിക്കുന്നു. ഓക്കെ, ഇത് കുറേ ഉണ്ട്, നമ്മളിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇത്രയും മതി. ഇനി തനത് വിധി. ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യജീവിതത്തിൻ്റെ മരണം അന്ത്യം കുറിക്കുന്നു. മരണത്തിൻ്റെ മറ്റൊരു വശം, ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട ആ ദിവ്യ അല്ലെങ്കിൽ കൃപ തിരഞ്ഞെടുക്കാനും തിരസ്കരിക്കാനും ഉള്ള ലാസ്റ്റ് മിനിറ്റ്. മരണം കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. മരണത്തിന് ഒരു നിമിഷം മുമ്പ് തിരസ്കരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാം. വിധിയെപ്പറ്റി പുതിയ നിയമം പറയുന്നത് ഒന്നാമതായി യേശുവിൻ്റെ ദ്വിതീയാഗമന വേളയിൽ അവിടെ നിന്നുമായുള്ള അന്തിമ സമാഗമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ ഒന്ന് കൈവീശി കാണിച്ചെല്ലാവരും. ഓക്കെ, ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായ പ്രതിഫലം സ്വീകരിക്കുമെന്ന് പലപ്പോഴും ഉറപ്പിച്ചു പറയുന്നുണ്ട്. ദരിദ്രനായ ലാസറിൻ്റെ ഉപമയും ക്രിസ്തു കുരിശിൽ കിടന്ന് നല്ല കള്ളനോട് പറഞ്ഞതും അതുപോലെ പുതിയ നിയമത്തിലെ മറ്റു പല ഭാഗങ്ങളും ആത്മാവിൻ്റെ ഭാഗധേയത്തെപ്പറ്റി ഓരോരുത്തർക്കും വ്യത്യസ്തമായ അന്തിമ ഭാഗധേയത്തെപ്പറ്റി പറയുന്നുണ്ട്. ഓരോ മനുഷ്യനും ചായ കുടിക്കാൻ സമയമായി എന്നാണ് പറയണേ. ഇപ്പം തന്നെ ചായ കുടിച്ച് വന്നല്ലേ ഉള്ളൂ. പോവാം, ചായ കുടിക്കാൻ പോവാം. കാരണം ഇന്ന് നമുക്ക് 1 മണി വരെ ക്ലാസ് നടത്താനുള്ളതാണ്. ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. അപ്പോൾ തന്നെ ഒന്നില്ലെങ്കിൽ ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ അതല്ലെങ്കിൽ നേരിട്ടോ ഉള്ള സ്വർഗഭാഗ്യം, അല്ലെങ്കിൽ നിത്യനരകം. ഇതാ സമയത്ത് തന്നെ. അതിനാണ് തനത് വിധി, പർട്ടിക്കുലർ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്വർഗം. എന്താണ് സ്വർഗം? സ്വർഗം എന്നത് ഒരു സ്ഥലമല്ല, മറിച്ച് പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ജീവിതം. കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിൻ്റെയും സംസർഗമാണ് സ്വർഗം. അപ്പോൾ ത്രിത്വിക ദൈവവുമായിട്ടുള്ള പൂർണ്ണ ലയനം, ത്രിത്വിക ദൈവത്തോടൊപ്പമുള്ള ജീവിതം, അതാണ് സ്വർഗം. എന്താണ് ശുദ്ധീകരണ സ്ഥലം?
ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവരാണെങ്കിലും സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും അവരിൽ ഇനിയും പൂർണ്ണമായ വിശുദ്ധീകരണം നടന്നിട്ടില്ലെങ്കിലും അവർക്ക് സ്വർഗഭാഗ്യം ഉറപ്പുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തിന് സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നു. ആരുടെ? തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ, സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ. അത് നരകത്തിൽ പോകുന്ന ശിക്ഷ അല്ല, അതൊരു ഇൻ്റർവ്യൂ പോയിന്റ് അല്ല. അവിടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഫെയിലാവുകയാണെങ്കിൽ നരകത്തിൽ പോവും, പാസ്സാവുകയാണെങ്കിൽ സ്വർഗത്തിൽ പോവും. അതുമല്ല, സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമ വിശുദ്ധീകരണമാണ്. എന്താണ് നരകം? മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹം സ്വീകരിക്കാതെ അതിനെ തിരസ്കരിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തെ തിരസ്കരിച്ച് മാരകമായ പാപത്തിൽ മരിക്കുകയാണ്. ആ അവസ്ഥയാണ് മരണം. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്നും സുനിശ്ചിതമായി സ്വന്തം ഇഷ്ടപ്രകാരം അകന്നു നിൽക്കുന്ന അവസ്ഥയാണ് നരകം. ദൈവം ആരെയും അങ്ങനെ അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആരെയും അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നുമില്ല. എന്നാൽ ഓരോരുത്തർക്കും സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കാനുള്ള, സ്വന്തം ഇഷ്ടത്തിനുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ആണ്. അന്ത്യവിധി എന്താണ്? നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉത്ഥാനമുണ്ടാകും. ആ അന്ത്യവിധി സമയത്താണ് എല്ലാവരും ഉയർത്തെഴുന്നേക്കും. നീതിമാന്മാരും നീതിരഹിതരും ഉയർത്തെഴുന്നേൽക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ തൻ്റെ ഇടതുവശത്തും നിർത്തും. അവർ നിത്യ ശിക്ഷയിലേക്കും എന്നാൽ നീതിമാന്മാർ നിത്യജീവനിലേക്കും. അപ്പോൾ ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് മാരകമായ പാപത്തിൽ ജീവിച്ചവരാണ് നിത്യനരകത്തിലേക്ക് പോകുന്നത്. ഒന്ന് കൈവീശി കാണിച്ചേ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോടൊപ്പം ജീവിക്കുന്നവരും നിത്യ ആനന്ദത്തിലേക്ക് പോകുന്നു. അതാണ് പുതിയ ജെറുസലേം, പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നു. ലോകം അവസാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ രാജ്യം പൂർണ്ണമായ ഒരു പൊസിഷനിലേക്ക് വരികയാണ്. ആ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ആയിരിക്കും ഇനിയുള്ള തിന്മയില്ലാത്തൊരു രാജ്യം അവിടെ സംസ്ഥാപിതമാകുകയാണ്. തിന്മ ചെയ്തിരുന്നവരും ആ നരകത്തിലുള്ളവരെയും ശരീരത്തോടെ നിത്യനരകത്തിലേക്ക് വിടുകയും നന്മ ചെയ്ത് ദൈവത്തിൻ്റെ വിശ്വസിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരെയും അവരെത്ര വലിയ പാപികളായാലും അവരുടെ പാപത്തിന് പരിഹാരം ചെയ്ത് പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ച് അവരെ നിത്യ സൗഭാഗ്യത്തിലേക്കും ദൈവം കൊണ്ടുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ഒരു കീനോട്ടായിട്ട് മനസ്സിലാക്കുക. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. വേഗം പോയി ചായ കുടിച്ചിട്ട് എല്ലാവരും ഓടി വരിക.